നാഷണൽ ടെസ്റ്റിംഗ് ഏജൻസി പോലുള്ള ഏജൻസികളെ ഉപയോഗിച്ച് പ്രവേശന പരീക്ഷകൾ അടക്കമുള്ള മുഴുവൻ പരീക്ഷകളും കേന്ദ്രീകരിക്കുവാൻ കേന്ദ്ര സർക്കാർ നീക്കം നടത്തുന്നു. നീറ്റ് പരീക്ഷയിലെ നടത്തിപ്പിൽ നാം കണ്ട ക്രമക്കേടുകളും അട്ടിമറികളും ഇനിയും ആവർത്തിക്കും എന്ന് ഭയക്കേണ്ടതായിട്ടുണ്ട്. സയൻസിന് പകരം അന്ധവിശ്വാസങ്ങൾ പാഠ്യപദ്ധതിയിലും മൂല്യനിർണ്ണയത്തിലും കേന്ദ്ര ഏജൻസികൾ പിടിമുറുക്കുന്നതോടെ ശാസ്ത്രീയ ചിന്തകൾക്ക് പകരം അന്ധവിശ്വാസങ്ങളും വ്യാജ പ്രചരണങ്ങളും, ഉദാഹരണത്തിന് ചാണകത്തിലെ റേഡിയേഷൻ പോലുള്ള വിചിത്രവാദങ്ങൾ പഠിച്ച് പരീക്ഷ എഴുതേണ്ട ഗതികേട് നമ്മുടെ കുട്ടികൾക്കുണ്ടാവും. കേരളം എന്ന് ഉയർത്തിപ്പിടിച്ച വിദ്യാഭ്യാസ സ്വയംഭരണാധികാരവും ശാസ്ത്രീയ ബോധവും സംരക്ഷിക്കപ്പെടേണ്ടതായിട്ടുണ്ട്. ധാരണാപത്രത്തിലെ 23-ാം ക്ലോസ് പ്രകാരം ഈ പദ്ധതി മരവിപ്പിക്കുവാൻ സംസ്ഥാനത്തിന് പൂർണ്ണ അധികാരമുണ്ട്. കേരളത്തിലെ പൊതുവിദ്യാഭ്യാസ മേഖലയെ സംഘപരിവാർ അജണ്ടകൾക്ക് പണയം വയ്ക്കുന്നതിനും ലഭിക്കാത്ത ഫണ്ടിന്റെ പേരിൽ ജനങ്ങളെ വഞ്ചിക്കുന്നതുമായ ഈ നീക്കത്തിൽ നിന്ന് സംസ്ഥാന സർക്കാർ പിന്മാറണം. ധാരണാപത്രത്തിലെ ക്ലോസ് ഉപയോഗിച്ച് PMC പദ്ധതി പൂർണ്ണമായും മരവിപ്പിക്കുവാൻ സർക്കാർ തയ്യാറാവണം. UDFന്റെ ചരിത്രത്തിലെ ഏറ്റവും വലിയ ഇരട്ടത്താപ്പാണ് PMC പദ്ധതിയിലൂടെ പേരിൽ UDF ഇപ്പോൾ നടത്തുന്ന നീക്കങ്ങൾ. അവരുടെ രാഷ്ട്രീയ ചരിത്രത്തിലെ ഏറ്റവും വലിയ ഇരട്ടത്താപ്പാണ്. പ്രതിപക്ഷത്തിരുന്നപ്പോൾ ഉന്നയിച്ച ആക്ഷേപങ്ങളെല്ലാം സ്വന്തം സ്വാർത്ഥ താല്പര്യങ്ങൾക്കായി വിഴുങ്ങി സംഘപരിവാർ അജണ്ട നടപ്പിലാക്കുവാൻ UDF കൂട്ടുനിൽക്കുകയാണ്. തെരഞ്ഞെടുപ്പിന് മുൻപ് LDF സർക്കാരിനെയും അന്നത്തെ മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയനെയും പ്രതിക്കൂട്ടിൽ നിർത്താൻ AICC ജനറൽ സെക്രട്ടറി KC വേണുഗോപാൽ അയച്ച തുറന്ന കത്ത് ജനങ്ങളുടെ മുന്നിലുണ്ട്. PMC പദ്ധതി BJPയുമായുള്ള രഹസ്യധാരണയാണെന്നും ആരുടെ തടി രക്ഷിക്കാനാണെന്നും ചോദിച്ച നേതാക്കൾ തന്നെയാണ് ഇപ്പോൾ ആ പദ്ധതിയുമായി മുന്നോട്ട് പോകുന്നതെന്ന് UDF കൺവീനർ അടൂർ പ്രകാശ് വഴി പ്രഖ്യാപിച്ചിരിക്കുകയാണ്. അന്ന് ഉന്നയിച്ച ആരോപണങ്ങൾ വ്യാജമായിരുന്നു എന്നാണോ, അതോ ഇപ്പോൾ BJPയുമായി യഥാർത്ഥ ഡീൽ ഉണ്ടാക്കിയത് UDF ആണോ എന്ന് KC വേണുഗോപാലും കോൺഗ്രസും വ്യക്തമാക്കണം. അധികാരത്തിൽ വന്നാൽ PMC ധാരണാപത്രം അറബിക്കടലിൽ എറിയുമെന്ന് പ്രഖ്യാപിച്ച നിർമ്മല മന്ത്രി KM ഷാജിയും മുസ്ലിം ലീഗ് നേതൃത്വവും ഇതിന് എന്താണ് മറുപടി പറയാനുള്ളത്? യോഗത്തിൽ പങ്കെടുത്തുകൊണ്ട് തന്നെ ഈ തീരുമാനത്തിന് സമ്മതം മൂടിയ ലീഗ് നേതൃത്വം സ്വന്തം അണികളെ വഞ്ചിച്ചിരിക്കുകയാണ്. അനാവശ്യ വാഗ്ദാനങ്ങൾ നൽകി ജനങ്ങളെ വഞ്ചിച്ച് നേതാക്കൾ കാരണം സാധാരണക്കാരായ ലീഗ് പ്രവർത്തകർക്ക് ചായപ്പിടികയിൽ പോയി രാഷ്ട്രീയ ചർച്ച നടത്താൻ പോലും വയ്യാത്ത നാണംകെട്ട അവസ്ഥയിലാണ് വന്നിരിക്കുന്നത്. സംഘപരിവാർ വിദ്യാഭ്യാസ അജണ്ടകൾക്ക് കൂട്ടുനിൽക്കുന്ന ഈ നിലപാടിൽ ഏറ്റവും വലിയ തിരിച്ചടിയാണ് UDFന് ഉണ്ടാകാൻ വേണ്ടി പോകുന്നത്. ഇതിൽ ഏറ്റവും വലിയ പ്രത്യാഘാതം അനുഭവിക്കേണ്ടി വരുന്നത് മുസ്ലിം ലീഗിനായിരിക്കും. പ്രതിപക്ഷത്തായിരുന്നപ്പോൾ പറഞ്ഞ കാര്യങ്ങളെല്ലാം വിഴുങ്ങി PMC പദ്ധതിയുമായി മുന്നോട്ട് പോകാനും കേന്ദ്ര ഫണ്ട് വാങ്ങാനും ഉപസമിതിയെ നിയോഗിച്ചത് UDFന്റെ അവസരവാദ രാഷ്ട്രീയത്തിന്റെ തെളിവാണ്. കേരളത്തിന്റെ പൊതുവിദ്യാഭ്യാസ രംഗത്തെ സംഘപരിവാർവൽക്കരിക്കുവാനുള്ള നീക്കങ്ങൾക്ക് കുടപിടിക്കുന്ന UDF ജനങ്ങളോട് കൃത്യമായി മറുപടി പറയാൻ ബാധ്യസ്ഥരാണ്. രാജ്യസഭയിൽ രണ്ടുപേരാണ് ചോദ്യങ്ങൾ ചോദിച്ചിട്ടുള്ളത്. ശ്രീ അബ്ദുൽ വഹാബും അതുപോലെ തന്നെ നമ്മുടെ കോൺഗ്രസിന്റെ രാജ്യസഭ അംഗവും. പാർലമെന്റിലെ മുസ്ലിം ലീഗ് MP ശ്രീ അബ്ദുൽ വഹാബ് ഉന്നയിച്ച ചോദ്യത്തിന് കേന്ദ്ര വിദ്യാഭ്യാസ സഹമന്ത്രി നൽകിയ വ്യക്തമായ മറുപടി UDF സർക്കാരിന്റെ വ്യാജ പ്രചരണങ്ങളുടെയും ഇരട്ടത്താപ്പിന്റെയും മുഖംമൂടി വലിച്ചുകയറിയിരിക്കുകയാണ്. PMC പദ്ധതിയിൽ ഒപ്പുവെച്ചില്ലെങ്കിലോ പദ്ധതിയിൽ നിന്ന് പിന്മാറിയാലോ സംസ്ഥാനങ്ങൾക്ക് നൽകി വരുന്ന സാർവത്രിക വിദ്യാഭ്യാസ സഹായത്തെയോ ഫണ്ടുകളെയോ അത് ബാധിക്കില്ലെന്ന് കേന്ദ്ര സർക്കാർ ഇപ്പോൾ രേഖാമൂലം നൽകിയിരിക്കുകയാണ്. ഇതാദ്യമായിട്ടാണ് കേന്ദ്ര സർക്കാർ ഇക്കാര്യം പറയുന്നത്. മുമ്പ് അന്നത്തെ സംസ്ഥാന വിദ്യാഭ്യാസ മന്ത്രി കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രി നേരിൽ കണ്ടപ്പോഴും സമഗ്ര ശിക്ഷയുടെ ദേശീയ യോഗങ്ങളിലും PMC ധാരണാപത്രം ഒപ്പിട്ടില്ലെങ്കിൽ സമഗ്ര ശിക്ഷ ഫണ്ട് നൽകില്ല എന്നാണ് കേന്ദ്രമന്ത്രിയും കേന്ദ്ര ഉദ്യോഗസ്ഥന്മാരും പറഞ്ഞിരുന്നത്. പദ്ധതിയിൽ ചേരാത്ത സംസ്ഥാനങ്ങൾക്ക് അതിലൂടെ ലഭിക്കുന്ന പ്രത്യേക ആനുകൂല്യങ്ങൾ മാത്രമാണ് നഷ്ടപ്പെടുക എന്ന് കേന്ദ്രം ഇപ്പോൾ പറയുമ്പോൾ ഫണ്ട് തടസ്സപ്പെടുമെന്ന തെറ്റായ ന്യായീകരണം ഉയർത്തി കാവ്യവൽക്കരണ അജണ്ടയുമായുള്ള ഒരു പദ്ധതി കേരളത്തിൽ നടപ്പിലാക്കുവാൻ UDF സർക്കാർ കാണിക്കുന്ന തിടുക്കം ആരെ പ്രീതിപ്പെടുത്താനാണ്?
BJP മുൻ സംസ്ഥാന അധ്യക്ഷൻ കെ സുരേന്ദ്രൻ മുൻപ് പരസ്യമായി പറഞ്ഞിരുന്നു, മുസ്ലിം ലീഗിനെ കൊണ്ട് തന്നെ ഞങ്ങൾ PM ശ്രീ പദ്ധതി നടപ്പിലാപ്പിക്കും എന്ന് മാത്രമല്ല, മുസ്ലിം ലീഗിന്റെ നേതാക്കന്മാരെ കൊണ്ട് PM ശ്രീ സിന്ദാബാദ് എന്ന് മുദ്രാവാക്യം വിളിക്കുമെന്ന് BJP നേതാക്കന്മാർ പറഞ്ഞിരുന്നു. അപ്പം മിക്കവാറും അവരങ്ങനെ മുദ്രാവാക്യം വിളിച്ച് നമ്മൾ കേരളത്തെ ആവേശപ്പെടുത്തുമെന്നാണ് തോന്നുന്നത്. ഇന്ന് ഭരണത്തിലുള്ള UDF-ഉം അതിലെ പ്രധാന കക്ഷിയായ മുസ്ലിം ലീഗും കൃത്യമായി ചെയ്തുകൊണ്ടിരിക്കുന്നത് സുരേന്ദ്രന്റെയും BJP-യുടെയും അതേ പ്രഖ്യാപനം പ്രാവർത്തികമാക്കാനാണ്. സംഘപരിവാറിന്റെ അജണ്ടകൾക്ക് മുസ്ലിം ലീഗും UDF-ഉം സർക്കാരും വഴങ്ങിക്കൊടുക്കുന്നത് ഖേദകരവും പ്രതിഷേധാർഹവുമാണ്. കേരളത്തിലെ പൊതുവിദ്യാഭ്യാസ മേഖല മതേതര മൂല്യങ്ങളിലും ഭരണഘടനാ തത്വങ്ങളിലുമാണ് അധിഷ്ഠമായിരിക്കുന്നത്. എന്നാൽ PM ശ്രീ വഴി സംഘപരിവാർ അജണ്ടകൾ സംസ്ഥാനത്തെ സ്കൂളുകളിലേക്ക് നേരിട്ട് കടത്തിവിടാനുള്ള വഴി തുറക്കുകയാണ് ഈ സർക്കാർ ചെയ്യുന്നത്. ഫണ്ട് തടസ്സപ്പെടില്ലെന്ന് കേന്ദ്രം വ്യക്തമാക്കിയ സാഹചര്യത്തിൽ ഇനി ഒരു നിമിഷം പോലും വൈകാതെ കരാറിൽ പദ്ധതിയുമായി മുന്നോട്ട് പോകാനുള്ള നീക്കത്തിൽ നിന്ന് പിന്മാറാൻ സർക്കാർ തയ്യാറാവണം. എന്ന് മാത്രമല്ല, ഏത് അവസരത്തിൽ വേണോ ഗവൺമെന്റിന് പിന്മാറാമെന്ന് രാജ്യസഭയിൽ കൊടുത്ത മറുപടിക്ക് 2 പാർലമെന്റ് മെമ്പർമാരെ കേന്ദ്ര ഗവൺമെന്റ് അറിയിച്ചിട്ടുണ്ട്. അപ്പൊ ഇതാണ് ഈ കള്ളമാണ് പറഞ്ഞു പരത്തിക്കൊണ്ടിരിക്കുന്നത്. ഇപ്പോ മന്ത്രിയായിരിക്കുന്ന ശ്രീ ഷാജി പറഞ്ഞല്ലോ, ഈ എല്ലാ PM ശ്രീ കേരളത്തിൽ നടപ്പിലാക്കേണ്ടി വന്നു കഴിഞ്ഞാൽ ആ PM ശ്രീ ഞങ്ങൾ കടലിലെറിയുമെന്നാണ് പറഞ്ഞത്. ഇനിയിപ്പോൾ എവിടെയാണ് അവരറിയാൻ വേണ്ടി പോകുന്നതെന്ന് അറിയില്ല. ഫണ്ട് ലഭിക്കില്ലെന്ന കള്ളം പറഞ്ഞ് ജനങ്ങളെ വഞ്ചിക്കുന്നത് UDF അവസാനിപ്പിക്കണം. കേരളത്തിന്റെ മതേതര പൊതുവിദ്യാഭ്യാസ മേഖലയെ സംരക്ഷിക്കാൻ സർക്കാർ തയ്യാറാവണം.